മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ നമ്മുടെ ഇടവകയ്ക്ക് ഇന്നൊരു വലിയ സ്ഥാനമുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇതിനവസരമൊരുക്കിയ ദൈവത്തോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ ഇടവകയുടെ ഇന്നുവരെയുള്ള ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നിദാനമായ പങ്കുവഹിച്ച മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ ആചാര്യന്മാരെയും ഇടവക അംഗങ്ങളെയും സ്മരിച്ചുകൊണ്ടും നമ്മുടെ ഈ വർഷത്തെ ഇടവക ദിനത്തോടനുബന്ധമുള്ള പരിപാടികൾ ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ഇവിടെ ആരംഭിക്കുന്നതാണ്. I invite Sibi, Shruti, Donna and Anu for prayer song. സ്വർഗസ്ഥനായിടും ഞങ്ങൾ തൻ ദൈവമേ, പൂജിതമാകട്ടെ നിന്റെ നാമം. നിന്റെ രാജ്യം വന്നിടണേ രക്ഷക, നിന്നിഷ്ടം ഭൂവിധിയിലായിടണം. ഈ ദിവസത്തേക്കുള്ള ആഹാരമേകിനി ഞങ്ങളെ പോറ്റി പുലർത്തിടണം. ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ നീ ദൈവമേ ഞങ്ങളോടും ക്ഷമിച്ചിടണമേ. ശോധന വേളകളൊക്കെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചിടണം. രാജ്യവും ശക്തി മഹത്വങ്ങളൊക്കെയും എന്നും എന്നേക്കും നിൻ സ്വന്തമല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 14:1-6 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ബാറയ്ക്കുമോ. ബഹുമാനപ്പെട്ട ജോൺ ശങ്കരത്തിലച്ചൻ, ബഹുമാനപ്പെട്ട KT ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട വികാരി KY ചാക്കോച്ചൻ, ഇടവകാംഗം ബഹുമാനപ്പെട്ട സൈമൺ ജോസഫ് അച്ചൻ, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ശ്രീ ബെന്നി പോൾ, പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ശങ്കരത്തിലച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും എനിക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇടവക മുൻ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട KT ഫിലിപ്പച്ചനെയാണ്. പള്ളിയുടെ ശില്പികളിൽ മുഖ്യശില്പിയായി വർത്തിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇനിയും എനിക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഇടവാംഗമായ ബഹുമാനപ്പെട്ട സൈമൺ ജോസഫ് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇനിയും സ്വാഗതം ആശംസിക്കേണ്ടത് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട KY ചാക്കോ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇനിയും സ്വാഗതം ആശംസിക്കേണ്ടത് ഇടവകയുടെ എല്ലാമായ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഇടവകയുടെ താങ്ങും തണലുമായി ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും മനസ്സറിഞ്ഞ് സഹായം ചെയ്തു തരുന്ന നല്ലവരും പ്രബുദ്ധരും സ്നേഹനിധികളുമായ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കൾച്ചറൽ പ്രോഗ്രാമും വെറൈറ്റി എൻ്റർടൈൻമെൻറ്റും ഇന്ന് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ദീർഘദിവസങ്ങളായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, ശങ്കരത്തിലച്ചൻ, സൈമണച്ചൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന നന്മകളെ ഓർക്കുവാൻ ലഭിച്ച നിമിഷങ്ങളാണ്, ദിവസമാണ്
ഇടവക ദിനം എന്ന് പറയുന്നത്. പാരിഷ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നാമും ഇടവകയും തമ്മിലുള്ള ഒരു വലിയൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. പാരിഷിൻ വാക്കിൽ എത്ര ലെറ്റേഴ്സുണ്ട്? PARISH 6 ലെറ്റേഴ്സുണ്ട്. P സ്റ്റാൻഡ്സ് ഫോർ പ്രയർ. ഇടവക ദിനത്തിൽ നമ്മളൊരു വലിയൊരു പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അറിയാമോ? ഇന്നുവരെ ഈ ഇടവകയ്ക്ക് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുമായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന, പ്രൈസ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടൊന്ന് മാറണം. കഴിഞ്ഞ 25 വർഷം കൊണ്ട് നമ്മുടെ ഇടവകയ്ക്ക് ഉണ്ടായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകൾക്കുമായിട്ട് ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന ഒരു വലിയൊരു സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമായിട്ട് ഈ ഇടവക ദിനം മാറണം. രണ്ടാമതായിട്ട് A സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്. വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം അനുഗ്രഹമായി വളരുവാനായിട്ട് സാധിച്ചത്. ഇനിയും ഈ ഇടവക ധാരാളമായി വളരേണ്ടിയിരിക്കുന്നു. ഇടവക ദിനത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി അത്യന്തം ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കും. ഒരു വലിയൊരു ആക്റ്റീവായിട്ട് ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും സർവവും സമർപ്പിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ഇടവക ദിനം കൊണ്ട് വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ലെറ്റർ R. വി ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് അവർ പാരിഷ്. ഏതു തരത്തിലും ഈ ഇടവകയ്ക്ക് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. വെറുതെ നടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എനിക്കെന്താ ഇവിടെ കാര്യം, അവിടെ പള്ളിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളുമല്ലോ, ഞാനിങ്ങനെ വന്നിരുന്ന് അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. അല്ലാതെ ഇടവകയിലെ അച്ഛനുമായിട്ടോ ട്രസ്റ്റിയായിട്ടോ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, അതിലുപരിയായി ദൈവത്തോട് വലിയൊരു ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് മുൻപോട്ട് കടന്നു വരണം. വി ആർ റെസ്പോൺസിബിൾ. നാലാമതായിട്ട് കാണുന്നത് I സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻറ്റ്. ബുദ്ധിയുള്ളവരായിരിക്കണം. നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. പിള്ളേരോട് ചോദിക്കും, ഇവിടെ നീ മണ്ടനാണോ ബുദ്ധിയുള്ളവനാണോ അറിയാൻ പല കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ബുദ്ധി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള ബുദ്ധിയല്ല, അതിലുപരിയായിട്ടൊരു വേറൊരു ബുദ്ധിയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഇടവകയിലൂടെ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടവകയിൽ ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. ആ ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ബുദ്ധിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ I സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻറ്റ്. അഞ്ചാമത്തെ ലെറ്റർ എന്താണ്? S. എല്ലാറ്റിനും S ആയിരിക്കണം, നോ ഇല്ല. എന്താവശ്യപ്പെട്ടാലും yes മൈ ലോഡ് ഇല്ലേ? കന്യകമറിയാൻ പറഞ്ഞതുപോലെ S ആയിരിക്കണം. ഷെയറിങ്, എല്ലാം പങ്കുവയ്ക്കുന്നവരായിരിക്കണം, കൂട്ടിവെക്കുന്നവരായിരിക്കരുത്. ഷെയർ ചെയ്യണം. നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഇടവകയിൽ നിന്നും ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നുമുള്ള അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുവാൻ, അത് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ദൈവം എനിക്ക് നേരിട്ട് തന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ആലയം വന്നു കഴിയുമ്പോൾ ആ ഏരിയ മുഴുവനും ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ പള്ളി വന്നതോടുകൂടെ എറണാകുളത്ത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇല്ലേ? നമ്മുടെ ഭവനത്തിന് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്ന ആലയമാണ്. ഒരു വലിയ സ്രോതസ്സാണ് ഈ ഇടവക. അതുകൊണ്ട് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ പാരിഷ് ദിനത്തിൽ നമ്മൾ പരാജിതരായി തീരുകയാണ്. പങ്കുവയ്ക്കുന്നവരായി തീരണം. H സ്റ്റാൻഡ്സ് ഫോർ ഹോളിനെസ്. വിശുദ്ധിയുള്ളവരായിരിക്കണം. ഇടവകയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മോശക്കാരായി ജീവിക്കരുത്, അശുദ്ധിയുള്ളവരായി തീരരുത്. നല്ല വർത്തമാനം പറയുന്നവരായിരിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കുന്നവരായി തീരണം. ഹോളിനെസ് ആയിരിക്കും, വിശുദ്ധരായിരിക്കണം. വിശുദ്ധന്മാരെ പോലെ പരിശുദ്ധനായ ഗീവറിയ സഹദാ യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസ പോരാട്ടം നടത്തി വിജയിച്ചുവെങ്കിൽ അതുപോലെ വിശ്വാസ പോരാട്ടം നടത്തുവാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ കറയില്ലാത്തവരായിരിക്കണം, ചുളിവില്ലാത്തവരായിരിക്കണം. ഇല്ലെങ്കിൽ പലയിടത്തും നമ്മൾ പമ്മിപ്പോകേണ്ടി വരും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടവക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഇടവക ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ ആത്മീയവും ഭൗതികവും ലൗകികവുമായിട്ട് എല്ലാ വിഭവങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് ഇട്ട് തരികയാണ്. നിങ്ങൾ ആവോളം അത് ആസ്വദിക്കുക. ദൈവം നിങ്ങളെ സംതൃപ്തരായിട്ട് വിടട്ടെ. ഈ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്ന് ഇടവകയ്ക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഊർജവും
ബലവും ആത്മീയമായ എല്ലാ കൃപകളും നൽവരങ്ങളും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുങ്ങുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പാലാരിവട്ടം സെൻറ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൻ്റെ 2011 വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് സംക്ഷിപ്ത രൂപം. 2011 സൺഡേ സ്കൂൾ ക്ലാസുകൾ ജനുവരി 2-ാം തീയതി ആരംഭിച്ചു. പ്രവർത്തന വർഷം ബാലപാഠം മുതൽ 12ാം ക്ലാസ് വരെയായി 246 വിദ്യാർത്ഥികളും അവരെ അഭ്യസിപ്പിക്കുവാൻ 24 അധ്യാപകരും ഉണ്ടായിരുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലെ മർത്തമറിയ സമാജത്തിൻ്റെ 13/5/2011 മുതലുള്ള പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 13/5/2011 റവറൻ ഫാദർ സൈമൺ പി ജോസഫിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ താഴെ പറയുന്ന അംഗങ്ങളെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. മലങ്കര ഓർത്തഡോക്സ് യുവന പ്രസ്ഥാനം പാലാരിവട്ടം സെൻറ് ജോർജ് വലിയ പള്ളി യൂണിറ്റിൻ്റെ 2011 ആണ്ടിലെ പ്രവർത്തനങ്ങളുടെ തുടക്കം 2011 ജനുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച തന്നെ യുവന പ്രസ്ഥാനത്തിൻ്റെയും MGOCSത്തിൻ്റെയും ഒരു സംയുക്ത മീറ്റിങ്ങോടുകൂടി ആരംഭിച്ചു. ഒരു നിമിഷം ഞാൻ യേശുവൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദന ഹേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾമുടി മെനഞ്ഞു ഞാൻ. ക്രൂശിത ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഞാൻ അങ്ങിലർപ്പിച്ചിടാം. നമ്മുടെ ഇടവക ദിനം സമുചിതമായി പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് ആശംസ പറയണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം മാത്രം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. നമ്മുടെ ഇടവക അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, ആധ്യാത്മികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് ഉയർന്ന് പരിലസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇടവകയിൽ നടന്നു വരുന്ന പ്രാർത്ഥനാ യോഗങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇടവകയെ മേഖലാടിസ്ഥാനത്തിൽ 2ആയി തിരിച്ച് കലൂർ, പാലാരിവട്ടം, തമ്മനം, എടപ്പള്ളി ഏരിയയിൽ എല്ലാ മാസത്തിലും 1-ാം ഞായറാഴ്ചകളിലും, കാക്കനാട്, തൃക്കാക്കര, പാടിവട്ടം ഏരിയയിൽ എല്ലാ മാസവും 3-ാം ഞായറാഴ്ചകളിലും 4 മണിയോടുകൂടി പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി വരുന്നു. ഈ വർഷത്തെ ദിവ്യബോധനത്തിൻ്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് നമ്മുടെ ഇടവകയിൽ ദിവ്യബോധനം പഠന പദ്ധതി നടന്നു വരുന്നുവെങ്കിലും അടുത്തയിടയ്ക്ക് അതിൽ സംഭവിച്ചു പോയതായ ഉത്സാഹക്കുറവ് തിരുത്തിക്കൊണ്ട് 2011-13 ബാച്ചിലെ പഠനം ക്രമമായും ഭംഗിയായും നടന്നു വരുന്ന വസ്തുത സന്തോഷത്തോടെ അറിയിക്കട്ടെ. പാലാരിവട്ടം സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഫാമിലി യൂണിറ്റുകളുടെ, അതായത് ജോർജിയൻസിൻ്റെ 2011-12 വാർഷിക റിപ്പോർട്ട്. നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ എല്ലാ കുടുംബങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബ യൂണിറ്റുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഏരിയ അടിസ്ഥാനത്തിൽ ഇടവകയെ 11 യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്നു. യൂണിറ്റ് ഭാരവാഹികളെ കൂടാതെ വർക്കിംഗ് പ്രസിഡന്റ്, സെക്രട്ടറി, 7 വൈസ് പ്രസിഡന്റുമാർ എന്നിവർ ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നെ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെ നീക്കുമിൻ വലങ്കരമാ. നിശയുടെ നിശബ്ദതയിൽ ഇന്നു നീ എന്നിൽ ജീവിക്കുന്നു. ഇന്നു ഞാൻ പൂർണ്ണനായി തീർന്നു. ഇന്നു നീ എന്നെന്നും മതിയായവൻ. ഇന്നു നീ എന്നെന്നും മതിയായവൻ.
നിശബ്ദതയിൽ. അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പാലാട്ട് സെൻറ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ എല്ലാ വളർച്ചയിലും ഉയർച്ചയിലും അതിയായി സന്തോഷിക്കുകയും പാലാട്ട് ഓർത്തഡോക്സ് സെൻറ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഇടവാംഗമെന്ന നിലയിൽ എനിക്ക് അഭിമാനവുമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഈ തരുണത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ ഫിലമോനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, യു ആർ മൈ ബ്രദർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നീ എൻ്റെ സഹോദരനായിരിക്കുന്നു. നമുക്ക് പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൈകോർത്ത് പിടിച്ച് ക്രിസ്തുവിൽ സഹോദരന്മാരായി കൂടുതൽ ആധ്യാത്മികമായും ഭൗതികമായും ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് വരുവാണ്ട കോണം ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, എല്ലാ നന്മകളും ആവോളം വാരി കോരിച്ചുരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പാലാരിവട്ടം സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ പ്രസിദ്ധീകരണമായ ജോർജിയൻ മിററിൻ്റെ 2011-12 പ്രവർത്തന റിപ്പോർട്ട്. ഇടവാംഗങ്ങളെയും സഭാമക്കളെയും വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും വിജ്ഞാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി 2007 ആണ്ട് ജൂൺ മാസം പാലാരിവട്ടം വലിയ പള്ളി പ്രസിദ്ധീകരണമായി ആരംഭിച്ച ജോർജിയൻ മിറർ എന്ന ത്രൈമാസിക ഇപ്പോൾ അതിൻ്റെ 5ാം വയസ്സിൽ എത്തി നിൽക്കുന്നു. ഇടവകയിലെ 55 വയസ്സിന് മുകളിൽ പ്രായമായ അംഗങ്ങളുടെ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ പരിപോഷണത്തിന് രൂപീകൃതമായ എൽഡേഴ്സ് ഫോറം നടപ്പ് സാമ്പത്തിക വർഷവും അതിൻ്റെ ഉദ്ദേശലബ്ധിക്കായുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ചിന്തോദീപകവും വികാരസ്പർശിയുമായ ദർശനത്തിനു മുൻപിൽ ഉദിക്കുന്ന ചേതോ വികാരത്തെ ആരാധന എന്ന് വിവക്ഷിക്കാം. അത് മതാനുഭൂതിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന് മുമ്പിൽ മനുഷ്യർ നടത്തുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ പതിവായി സംബന്ധിക്കുമ്പോഴുണ്ടാകുന്ന ദൈവീക സാന്നിധ്യത്തിന്റെ സന്തോഷം വളരെ വലുതാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചിന്താവിഷയവും ഇതുതന്നെയാണ്, ആരാധനയിലെ പതിവായ സംബന്ധം. ഏതൊരു മതത്തിൻ്റെയും കേന്ദ്ര ഘടകം ആരാധനയാണ്. മനുഷ്യന്റെ സമ്പൂർണമായ പരിവർത്തനമാണ് ഓർത്തഡോക്സ് ആരാധനയുടെ ലക്ഷ്യം. ആരാധനയിലെ പതിവായ സംബന്ധം മൂലം നാം ദൈവ സാന്നിധ്യ ബോധമുള്ളവരായി തീരുന്നു. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവിനെ പതിവായി ആരാധിക്കുക സൃഷ്ടിയുടെ കടമയാണ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അതിന് പതിവായുള്ള കുടുംബ പ്രാർത്ഥന മുഴക്കം കൂടാതെ നടത്തണം. പതിവായ ആരാധന സംബന്ധികളാകണമെങ്കിൽ ശരിയായ വിശ്വാസമുണ്ടാകണം. ദൈവ ഇഷ്ടമറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നത് തന്നെ ആരാധനയാണ്. ആരാധനയിലെ പതിവായ സംബന്ധത്തിൽ കൂടി സത്യവും സ്നേഹവും സേവന മനോഭാവവുമുള്ള സഭയുടെ നല്ല കുട്ടികളായി വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലാരിവട്ടം ഇടവക ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം വളർച്ച പ്രാപിച്ച ഒരിടവകയാണ്. 2 തരത്തിലുള്ളൊരു വളർച്ചയാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആത്മീകമായ വളർച്ചയും ഭൗതിക വളർച്ചയും രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിച്ചതിൽ ഞാൻ നിങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഏതായിരുന്നാലും പല പള്ളികളിലും ഇല്ലാത്തതായ ചില പ്രസ്ഥാനങ്ങളും ഈ പാലാരിവട്ടം ഇടവകയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. 10 മിനിറ്റാണ് അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയുന്നു. ഫലം കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കുന്നതിന് ചെത്തി വെടിപ്പാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ പാലാരിവട്ടം ഇടവക ഫലം കായ്ക്കുന്ന ഒരു വലിയ വൃക്ഷം എന്ന് പറയാൻ പാടില്ല. അത്യുൽപാദന ശേഷിയുള്ള ചുരുങ്ങിയ കാലം കൊണ്ട് അഭൂതപൂർവമായ വളർച്ചയുള്ള ഒരു ഇടവകയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 20-ൽ പരം വർഷത്തെ പഴക്കം മാത്രമേ ഇതിനുള്ളൂ എങ്കിൽ
ഇതിൻ്റെ നാനാവിധമായ വളർച്ച ഭൗതികമായത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആത്മീകമായ വലിയൊരു വളർച്ച ഈ ദേവാലയത്തിന് ഉണ്ടായി. ഈ ദേവാലയത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരുമാണ് ഈ ദേവാലയത്തിൻ്റെ ഫലങ്ങൾ. നാം നല്ല ഫലം കായ്ക്കണം. നാം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമ്മെ വെട്ടിക്കളയും. ഒരു മരത്തിൻ്റെ ശിഖരണം വെട്ടിക്കളഞ്ഞാൽ നമുക്കറിയാം അത് ഉണങ്ങിപ്പോകും. എന്നാൽ ഇവിടെ പറയുന്നത് വെട്ടിക്കളയുക എന്നല്ല, നിങ്ങൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെട്ടിക്കളയും. പാലാരിവട്ടം ഇടവക ഫലം കായ്ക്കുന്ന ഇടവകയാണ്. അപ്പം നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മളെ ചെത്തിവെടിപ്പാക്കുന്നു. എന്തിന്? അധികം ഫലം കായ്ക്കാൻ. 2011 ഫലം പോരാ, 2012 കൂടുതൽ ഫലം കായ്ക്കണം. എന്താണ് കാരണം? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലും ലോകത്തിലും നാം ഇന്ന് ജീവിക്കുന്നു. ഇന്ന് സ്നേഹത്തിന് ആഴവും പരപ്പും കുറഞ്ഞു വരികയാണ്. കച്ചവട മനസ്ഥിതിയാണ് എല്ലായിടത്തും കൊടുകുത്തി വാഴുന്നത്. എന്തിനേറെ പറയുന്നു, പഴയ തലമുറയെ അവഗണിച്ചുകൊണ്ട് ഇന്ന് പുത്തൻ തലമുറ പരക്കം പായുക. പഴയ കാലഘട്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഗ്രാമങ്ങളിൽ ജനിച്ചെന്നോ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ കഷ്ടപ്പെട്ടെന്നോ അധ്വാനിച്ചെന്നോ 5 കിലോമീറ്റർ നടന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാലമെല്ലാം പോയി. ഇന്നത്തെ പുത്തൻ തലമുറയുടെ ചിന്ത, ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും പണം വേണ്ട, ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട, ആരുടെയും സ്നേഹവും വേണ്ട, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ചിന്തയിൽ ഇന്ന് പുത്തൻ തലമുറ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ പോക്ക് നമുക്ക് ആപത്ത, ഇത് നമുക്ക് അപകടകരമാണ്. അതുകൊണ്ട് ഇടവക ദിനം കൊണ്ടാടുമ്പോൾ, പാരിഷ് ഡേ കൊണ്ടാടുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്താണ്? നമുക്ക് 3 വലിയ ബന്ധങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ദൈവമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വലുത്. ദൈവമായിട്ടുള്ള ബന്ധം ഏറ്റവും വലുതായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഫലം കായ്ക്കുന്ന മക്കളായി തീരുന്നത്. അല്ലെങ്കിൽ അവർ വായിക്കുന്ന ഫലം എന്ന് പറയുന്നത് ഭൗതികമായത് മാത്രമാണ്. ഭൗതികമായത് പെട്ടെന്ന് തകരുന്നതാണ്. അത് മണൽമേൽ വീട് പണിയുന്ന മനുഷ്യനോട് സദൃശമാണ്. അത് തകർന്ന് തരിപ്പണമാകും. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയും മിടുക്കരായിരുന്നോട്ട് പഴയ കാലം പോലല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നു, സാഹചര്യം തന്നു. അവർ പഠിച്ചു, വളർന്നു, വികസിച്ചു. പക്ഷേ അവരിൽ എന്ത് ഫലമാണ് കായ്ക്കുന്നത്? ക്രിസ്തുവാകുന്ന ഫലമാണോ കായ്ക്കുന്നത്? അല്ലോ ഭൗതികമാവുന്ന ഫലമാണോ കായ്ക്കുന്നത്? നാം ശാന്തമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കണം. ഇന്ന് പ്രായമുള്ളവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പോക്ക് എങ്ങോട്ട്? പുത്തൻ തലമുറയുടെ പരക്കം പാച്ചൽ കണ്ടുകൊണ്ട് പ്രായമുള്ള ആളുകൾ ഇവിടെ ഇന്ന് 80 കഴിഞ്ഞവരെ ആദരിക്കുന്ന അച്ഛൻ പറഞ്ഞത്. 80 കഴിയുമ്പോൾ ചിലപ്പോൾ ആരാണ്ട് പറഞ്ഞു ഓൾഡാണ്. ഓൾഡ് ഈസ് ഗോൾഡാ. ഓൾഡ് എന്ന് പറയുന്ന ഗോൾഡാ. ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കായും ആദ്യം എന്ത് ചെയ്യും? ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അതുകൊണ്ട് പ്രായമുള്ളവരിൽ നിന്ന് പിൻതലമുറയ്ക്ക് കൊടുക്കാനായിട്ട് എന്തുണ്ടെന്ന് പ്രായമുള്ളവർ ചിന്തിക്കണം. മക്കൾ പറയണം, ഞങ്ങളുടെ പപ്പ, ഞങ്ങളുടെ മമ്മി അവർക്ക് വലുത് ദൈവമായിരുന്നു. പപ്പായും മമ്മിയും ഞങ്ങൾക്കന്ന് ദൈവത്തെയാണ്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന, ആരാധനയെ സംബന്ധിക്കുന്ന, നോമ്പ് നോക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന നല്ലൊരു പാരമ്പര്യമാണ് പപ്പായും മമ്മിയും ഞങ്ങൾക്ക് തന്നത്. ബാങ്ക് ബാലൻസോ എസ്റ്റേറ്റോ കെട്ടിടങ്ങളോ അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത്, ദൈവമാണ്. ദൈവമാകുന്ന ബന്ധമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത്. ആ ദൈവമായിരിക്കുന്ന ബന്ധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഭയപ്പെടേണ്ടി വരികയില്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആ വലിയൊരു ഭാഗ്യം നമുക്ക് മതി പ്രിയപ്പെട്ടവരെ. അവൻ്റെ മക്കൾ എന്തായിത്തീരും? മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഒലിവ് മരം എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ രാജകീയ വൃക്ഷമാണ്. ഒലിവ് മലയിലും ഒക്കെ വന്നിട്ടുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ തന്നെ വന്ന അനേകരും ഇവിടെ ഇരിപ്പുണ്ട്. ഒലിവ് വൃക്ഷം അത് വർഷങ്ങളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, 300 വർഷം കഴിഞ്ഞാൽ വീണ്ടും തായ്തണ്ടിൽ നിന്ന് മുള പൊട്ടിപ്പുറപ്പെടും. കർത്താവിൻ്റെ ശബ്ദം കേട്ട 7 ഒലിവ് മരം ഇന്നും ഗസമന തോട്ടത്തിലുണ്ട്. അത് കണ്ടവരിയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒലിവ് വൃക്ഷം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചില പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അവിടെ രാജകീയ വൃക്ഷമായ ഒലിവ് മരം അത് മേശയ്ക്ക് ചുറ്റും
ഒലിവ് വൃക്ഷം, അത് ഒലിവ് തൈകൾ പോലെ മക്കൾ വളരുന്നു, അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കും, വാടാത്ത വൃക്ഷമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വാടാത്ത വൃക്ഷമായിട്ട്, തകരാത്ത വൃക്ഷമായിട്ട്, ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് തീരണം. എന്തു ഫലമാണ് എന്നിലും നിങ്ങളും കായ്ക്കുന്നത്? യേശുവാകുന്ന ഫലമായിരിക്കണം, ക്രിസ്തുവാകുന്ന ഫലമായിരിക്കണം, അത് ആത്മാവിൻ്റെ ഫലമായിരിക്കണം. അങ്ങനെയുള്ള ഒരു അധിക ഫലം കായ്ക്കുന്ന വലിയ ഒരു ഇടവകയായിട്ട് നാം തീരണം. ഇടവക ഇടയൻ്റെ വകയ. നമ്മുടെ സ്വർഗീയ ഇടയൻ ആരാണ്? നമ്മുടെ സ്വർഗീയ ഇടയൻ സ്നേഹം നമുക്ക് തന്ന ഇടയന. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ഇന്നത്തെ നമ്മുടെ പാരിഷ് ഡേ പരസ്പരം സ്നേഹിക്കുന്ന ഡേയാ. ഇന്ന് മാത്രമല്ല, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്, സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം. ഇടവകയിൽ 600-പരം വീട്ടുകാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാം എല്ലാവരും ഒന്നായിത്തീരണം. നാം എല്ലാവരും ഒന്നായിത്തീരുമ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത്. നാം നന്നായാൽ സമൂഹം ഒന്നായി, ക്രിസ്തുവിൽ നമ്മൾ ഒന്ന്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർ കൊടുക്കാൻ കഴിയണം. മോശയെക്കുറിച്ചൊരു ഭാഗം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്താൽ മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം അവനെ ഒളിച്ചു വെച്ചു. വിശ്വാസത്താല മോശ ജനിച്ചത് എവിടെയാണ്? മോശ ജനിച്ചത് വിശ്വാസത്തിൻ്റെ തൊട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുക, നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെ തൊട്ടിലായിട്ട് മാറണം. ദൈവമുള്ള ഭവന